നല്ല പടം. കോമഡി എല്ലാം ഫാമിലി എല്ലാം ഉണ്ട്. നല്ല പടം. കുറേ നാളായിട്ട് ഇങ്ങനെ നല്ലൊരു പടം വന്നിട്ട് ഇപ്പോൾ ത്രില്ലർ പടം മാത്രം ഓടിയിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ പടങ്ങൾ ഓടണ്ടേ. ആദ്യമായിട്ടല്ലേ, രസമുണ്ട്. സൗബിൻ നമിത കോംബോ രസമുണ്ട്. നല്ല സിനിമയാണ്. എനിക്ക് കണ്ടപ്പോൾ അതായത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ റിലവൻ്റായിട്ടുള്ള സ്റ്റോറീസൊക്കെ കുറവാണ് മൂവിയിലൊക്കെ. അപ്പം ഇപ്പോൾ പണ്ട് കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുടെ സ്റ്റോറി. നമ്മൾ കുറേ സിനിമകളിൽ പണ്ട് അമ്മയമ്മ അത് അല്ലെങ്കിൽ ഭാര്യ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അങ്ങനത്തെ ഒരു സിനിമയാണിത്. നല്ല മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ധ്യാൻ്റെ റോളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എന്താണ് ക്യാരക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ വലിയൊരു റോളായിട്ടല്ല, പക്ഷേ ഇതിലൊരു ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ധ്യാൻ്റെ. വലിയൊരു അങ്ങനെ അതായത് ഹ്യൂമർ എന്നല്ല പറയുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറി ഉണ്ടല്ലോ, അതായത് ഈ ഭാര്യമാരെ വീട്ടിൽ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതൊക്കെ ചെറിയ കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ. പക്ഷെ അങ്ങനെ ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ എന്നുള്ളതല്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇതൊരു വൺ ഡേ വാച്ച് മൂവിയാണ്. നമുക്കറിയാലോ ബോബൻ സാമുവലിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അതിൽ ഒരു ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കണത്. ഹൈലൈറ്റ് ആയിട്ട് സൗബിൻ്റെ ഒരു വെറൈറ്റി റോളാണ്. പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വന്നവരെല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, വൺ ഡേ വാച്ച്. ധ്യാനിൻ്റെ ഒരു ത്രൂ ഔട്ട് റോളൊന്നുമല്ല, പക്ഷേ രസമായിട്ട് തന്നെ ധ്യാൻ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കല്യാണം കഴിഞ്ഞവർക്കൊക്കെ കാണാൻ പറ്റിയൊരിതാണ്. ആ രീതിയിലാണ് പടത്തിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. സൗബിനും നമിത പ്രഭുവിനുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ കൊള്ളാം. നമിതയെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള റോളാണ്. കുഴപ്പമില്ല, രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടിരിക്കാവുന്ന ഒരു പിന്നെ ഫാമിലി ഡ്രാമ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമിത പ്രമോദും സൗബിനും തമ്മിലുള്ള പെയറിങ് നല്ലൊരു കൗതുകവും അതുപോലെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി സ്റ്റോറിയാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള ഒരു കുഞ്ഞ് സിനിമ, ഒരു വൺ ടൈം വാച്ചുള്ളായിട്ടുള്ള സിനിമ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ സമീപകാലത്ത് ഇറങ്ങിയാൽ ഒരു വ്യത്യസ്തമായ റോളായിട്ട് തോന്നി. ഒരു ചെറിയ റോളാണ്, പക്ഷേ ധ്യാന് നല്ല ഇമ്പോർട്ടൻസും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ധ്യാനം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിനേതാക്കളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു ഫാമിലി സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഭാര്യാഭർത്തൃ ബന്ധവും അതിനിടയിൽ റിലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് രസകരമായിട്ട് ഒരു കണ്ടിരിക്കാവുന്ന ചിത്രമായിട്ട് സിനിമ വന്നു. അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൻ്റെ മോള് അഭിനയിക്കുന്നുണ്ട് കുഞ്ഞായിട്ട്. സൂപ്പർ അല്ലേ, നല്ല മെസ്സേജ് ഉണ്ട്. വ്യത്യസ്തമാണ്, കുഴപ്പമില്ല, വ്യത്യസ്തമായിട്ടുള്ള ടോട്ടലി ഒരു എന്താ പറയുക, ഒരു ദത്ത് നിൽക്കുന്ന ആണുങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു മെസ്സേജുള്ള പടമാണത്. അല്ലാതെ ഒരു ആവറേജ് മൂവി അത്ര പറയാനുള്ളൂ. ഒരു ഫാമിലി മൂവിയാണ്, അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്.